സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ആമേൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളില് നമ്മെ അവിടെ ഇവിടെയും പരിപാലിച്ച വലിയവനായ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഈ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, യുഎസിലായിരിക്കുന്ന, കേരളത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്താലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം. നമുക്ക് എപ്പോഴും പരിചയമുള്ള, നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾക്ക് ഹല്ലേലൂയ ആശ്വസിച്ച് ആശ്വാസം നൽകുന്ന ഈ വചനം. ഹല്ലേലൂയ. ലൂക്കോസ് 18:1 വാക്യമാണ്. അമേനെ ഹല്ലേലൂയ 1 മുതലുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിച്ചാല് അതിന്റെ 6-7 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തില് ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അപ്പൊ ദൈവം ഇത് പറയുമ്പോൾ ഇതിന്റെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ട്. അപ്പൊ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് രൂപ പറഞ്ഞത് എന്നാണ് അതിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത്. ആരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്, തന്റെ കൂടെ വന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? മടിപ്പുണ്ട്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ചില വിഷയത്തിന് മടിപ്പില്ലയോ ദൈവമക്കളെ? അനേക നാളുകളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമുണ്ട്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമുണ്ട്, ഉപവസിച്ച വിഷയമുണ്ട്, നെടുവീർപ്പെട്ട വിഷയമുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധി ശ്രദ്ധയോട് നാം പ്രാർത്ഥന കഴിച്ച വിഷയമുണ്ട്. ചില വിഷയത്തിന് മറുപടി നമുക്ക് വേഗത്തിൽ കിട്ടി, ചില വിഷയത്തിന് നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. എന്നാ ചില വിഷയത്തിന് ഇപ്പോഴും നമുക്ക് മറുപടി ലഭിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ പല വിഷയത്താൽ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങൾക്കൊക്കെയും കർത്താവ് ഉടനെ മറുപടി തരണമെന്നില്ല. അപ്പൊ പ്രാർത്ഥന എങ്ങനെയാണ് എന്നുള്ളതിന് കർത്താവ് ഒരു ഉപമയാണ് അവിടെ പറയുന്നത്. അപ്പൊ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഒരു വ്യക്തിയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വിധവയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പ്രതിയോഗിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 വ്യക്തിത്വങ്ങളെ നിലനിർത്തി കർത്താവ് ഈ 18 ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ച് ഒരു ഉപമ ഈ 3 വ്യക്തികളെ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ ന്യായാധിപനായ മനുഷ്യനാ. അയാള് ഹല്ലേലൂയ സമൂഹത്തിന് വിലയുള്ള മനുഷ്യനാ. ആ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് മഴയുടെ ഒരു കോളുണ്ട്, ചിലപ്പോ കരണ്ട് പോകുമോന്ന് അറിയത്തില്ല. സ്തോത്രം, കർത്താവിന് മഹത്വം. അപ്പോൾ ദൈവത്തെ ഭയമില്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പ്രത്യേകതയാ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ന്യായാധിപനാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിധവ വന്ന ഈ ന്യായാധിപനോട് പറയുക, എനിക്കൊരു പ്രതിയോഗിയുണ്ട്, ആ പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ എന്താണ് ഈ പ്രതിയോഗി ഈ വിധവയോട് ചെയ്തതെന്ന് നമ്മളോട് അവിടെ പറയുന്നില്ല. എപ്പോഴും എന്തോ വിഷയത്തില് ദണ്ഡിപ്പിച്ചുകൊണ്ടോ അടിമപ്പെടുത്തിക്കൊണ്ടോ പീഡിപ്പിച്ചുകൊണ്ടോ ഇരിക്കുന്ന വിഷയമാണ്. അപ്പൊ ചില വിഷയത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു പീഡനമുണ്ടായാൽ, ഒരു ദണ്ഡനമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവ സന്നദ്ധിയില് തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കാരണം എന്താ? പ്രതിയോഗി നമ്മെ അസഹ്യപ്പെടുത്തുന്നു. എങ്ങനെയായാലും ഈ അസഹ്യപ്പെടുത്തുന്ന ഈ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുവാൻ അവളെ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവള് നിരന്തരം ഈ ന്യായാധിപന്റെ അടുത്ത് വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വാത്സല്യ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഒന്നല്ല അല്ലെങ്കിൽ മറ്റൊന്ന് വിഷയത്തില് ഒന്നിൽ അയലിൽ നിന്നായിക്കൊള്ളട്ടെ, ഭവനത്തിൽ നിന്നായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സഭയ്ക്കകത്തു നിന്നായിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിനെ നെടുവീർപ്പുപെടുത്തുന്ന ചില അനുഭവങ്ങളും കടന്നു വന്നെന്നിരിക്കാം. ഹല്ലേലൂയ. അതൊക്കെയും നമ്മളെ തകർക്കാനല്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രതിയോഗി ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തോട് നിരന്തരം അടുക്കുകയുള്ളൂ. ഒരു പ്രതിയോഗി ഉണ്ടായിട്ടാണ് അന്ന എവിടെ ചെന്നത്? ആലയത്തിൽ ചെന്ന് കരഞ്ഞത്. നെടുവീർപ്പെട്ട് കരയുവാൻ ഹല്ലേലൂയ അന്നെ പ്രേരിപ്പിച്ച ഘടകം ആ പ്രതിയോഗിയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഹല്ലേലൂയ അവിടെ വല്ലാത്ത ദണ്ഡിപ്പിച്ചുള്ള വാക്കുകളാണ് അന്ന ഹല്ലേലൂയ ആലയത്തിൽ ചെന്ന നെടുവീർപ്പെട്ട് അവിടെ വേദനയെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിപ്പാൻ കാരണമായത്. അതുകൊണ്ട് അവർക്ക് മറുപടി കിട്ടിയത്. എന്തുകൊണ്ടാ? അത്രമാത്രം വേദനയാ പ്രതിയോഗിയിൽ നിന്ന് അനുഭവിപ്പാനിടയായത്. അപ്പൊ ചില സമയത്ത് നമ്മുടെ ജീവിതത്തില് ചില പ്രതിയോഗികളാൽ ഉണ്ടാകുന്നതായ വാക്കുകള്, അല്ലെങ്കിൽ പ്രവൃത്തികള്, അല്ലെങ്കിൽ നോട്ടങ്ങള് നമ്മളെ വേദനപ്പെടുത്തുമ്പോൾ നമുക്ക് മറുപടിയായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ ആര്യമരക്ഷകന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പറയും, തമ്പുരാനെ ഇതിനൊരു വിരാമം തരണം, ഇതിനൊരു പ്രതിനിധി നീ ഉണ്ടാക്കി തരണമെന്ന് നമ്മളും ദൈവത്തോട് യാചിക്കാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മടുപ്പ് വരാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പ്രതിയോഗി ഉണ്ടെങ്കിലേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഇന്നും നമുക്ക് ചില വിഷയത്തിന് മറുപടി ഇല്ലാത്ത എത്രയോ വിഷയങ്ങളുണ്ട്. നമുക്ക് ആ വിഷയത്തിന് എന്റെയും ജീവിതത്തിൽ ഉണ്ട് ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ആ വിഷയത്തിന് മറുപടി തന്നാൽ വേണ്ട രീതിയിൽ നമുക്ക് എന്തില്ല? ദൈവത്തോടൊന്ന് അടുക്കാനോ, ദൈവത്തോടൊന്ന് വേണ്ട രീതിയിലെ സമയങ്ങളെ ചിലവിടാനോ ഒരുപക്ഷെ സാധിക്കാത്തത് കൊണ്ടാകാം ദൈവം ആ വിഷയത്തിന് മറുപടി തരാത്തത്. എല്ലാ വിഷയത്തിനും വേഗത്തിൽ മറുപടി തന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അത്ര ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാ. അവൾ എന്താ ചെയ്യുന്നത്? അവള് വന്ന് ന്യായാധിപനോട് പറയുകയാണ്, എന്റെ പ്രതിയോഗി എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാ. ഹല്ലേലൂയ. എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അതിന് കുറെ കാലത്തേക്ക് രാജാവിന് മനസ്സില്ലായിരുന്നു. രാജാവ് ഒരു പ്രത്യേക സ്വഭാവമുള്ളവനെ നമ്മൾ വായിച്ചു കേട്ടു. ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയുമില്ലാത്ത ഒരു രാജാവ്. എങ്കിലും ഈ രാജാവിന്റെ അന്തരാത്മാവിൽ ഒരു ചിന്ത വന്നു, ഇവളെന്നെ അപമാനിച്ചാലോ, ഇവളെന്നെ നിന്ദിച്ചാലോ എന്നുള്ളൊരു ചിന്ത തന്നെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലെങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ, ദൈവമേ ആ വിഷയത്തിന്റെ മേൽ എനിക്ക് മറുപടി തരണമേ എന്ന് പറഞ്ഞാൽ ചില വിഷയത്തിന് പ്രതിക്രിയ നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. അപ്പോൾ ഇവിടെ ഈ ന്യായാധിപൻ ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല, എന്നാൽ പോലും ഈ ന്യായാധിപൻ പറയുക, അവൾ എൻ്റെ മുഖത്തടിച്ചാൽ അത് വളരെ നിന്ദയ്ക്കും നാണക്കേടിനും കാരണമാകും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവനെ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ, എന്താണ് അവൻ പറഞ്ഞത്? അവള് വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആ ന്യായാധിപൻ പറയുകയാണ്, ഞാൻ അവളെ
പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇങ്ങനെയൊക്കെ അവന്റെ മനസ്സിലേക്ക്, ആ ന്യായാധിപന്റെ മനസ്സിലേക്ക് ചില ചിന്ത വന്നു. അവളിവൻ എന്നെ മുഖത്തടിച്ചാൽ അത് നാണക്കേടായി തീരും, അതുകൊണ്ട് എനിക്ക് അവിടെ ആ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് പുള്ളി ഹല്ലേലൂയ മനസ്സ് ചിന്തിച്ചിട്ട് വേഗത്തിൽ ഒരു പ്രതിക്രിയ നടത്തുകയാ. പെട്ടെന്ന് ചില വിഷയത്തിന് മറുപടി, പെട്ടെന്ന് ചില വിഷയത്തിന് ഹല്ലേലൂയ ഒരു ധാരണ, പെട്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന് ഹല്ലേലൂയ എന്റെ ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത് നമ്മൾ ദൈവത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു മറുപടി തരുവാൻ എൻ്റെ ദൈവം മതിയായവനാ, നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുക. അതാകുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തമ്പുരാൻ യേശു കർത്താവ് ജനത്തോട് പഠിപ്പിച്ച് എന്നോടും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. നമുക്ക് ചില വിഷയമുണ്ടായാൽ നമ്മൾ നിരന്തരം ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വിഷയത്തില് ദൈവത്തിന് ആ ഒരു വിഷയമൊക്കെ സാധിപ്പിച്ചു തരാൻ ഒരു ഞൊടി നേരം മതി. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ചിന്ത, നമ്മുടെ ആത്മമണ്ഡലം, ആത്മതലം, ആത്മമനുഷ്യൻ നശിച്ചു പോകാതെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തോട് പറ്റുമാനമുള്ളവരായി തീരുകയും ചെയ്യണമെന്നുള്ളതാ ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവം അതിൻ പ്രകാരമാ ദൈവം നമ്മളോടുകൂടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നത്. അപ്പോഴ് അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ഇതാണ് അവൻ പറഞ്ഞത്. എന്താ? അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എന്നിട്ട് നമ്മുടെ കർത്താവ് പറയാ, ദൈവം അങ്ങനെയാണോ? ആ അനീതിയുള്ള ന്യായാധിപൻ അത് ചെയ്തെങ്കിൽ എന്റെ കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവനാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ന്യായാധിപൻ അത് ചെയ്തെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരികയില്ലയോ? രാവും പകലും എന്റെ മുമ്പിൽ നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ എനിക്ക് ശക്തിയില്ലയോ? എനിക്കതിന് പ്രാപ്തിയില്ലയോ? എനിക്കതിന് കഴിവില്ലയോ? എന്നൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തരുവാൻ എന്റെ കർത്താവിന് ഹല്ലേലൂയ അതിനകത്തൊരു പ്രതിക്രിയ നടത്തുവാൻ ഹല്ലേലൂയ ഒത്തിരി സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ നിരന്തരം നാം ദൈവസന്നിധിയില് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മുടെ കണ്ണിനത് വലുതായിരുന്നാലും, നമ്മുടെ ഹല്ലേലൂയ വിചാരങ്ങൾക്ക് അത് അതിഭയങ്കരമായി തോന്നിയാലും ദൈവത്തിന് ഒരു വിഷയവും വലുതല്ല. ഹല്ലേലൂയ, എന്റെ വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തിന് ആ വിഷയമണ്ഡലത്തിനുമേ വേഗം പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ കഴിവുണ്ട്. അപ്പോ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ദൈവം തന്റെ സന്നിധിയിലെ ദീർഘക്ഷമയുള്ളവനാണേലും നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല, അവർക്ക് മറുപടി കൊടുത്ത് രക്ഷിപ്പാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മതിയായ ദൈവമാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ അതിന്റെ ഈ 18ന്റെ 35 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പലപ്പോഴും ഞാൻ തന്നെ വചനത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എരിഹോവിലെ അടുത്തപ്പോൾ ആരാ? യേശു ശിഷ്യന്മാരും അടുത്തപ്പോൾ ഒരു കുരുടൻ നിന്നുകൊണ്ട് അവൻ എന്തുവാ ഇതുപോലെ നിലവിളിക്കുക. ഇവിടെ നിലവിളിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അപ്പം ദൈവത്തോട് എന്ത് ചെയ്താൽ ദൈവം ഇറങ്ങി വരും? നിലവിളിച്ചാൽ. ഇവിടെ കർത്താവ് യെരിഹോവിലേക്ക് അടുത്തപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് പതുവാ. അപ്പോൾ ഇവൻ ആരിൽ നിന്നോ കേട്ട്, എന്താണ് ഈ ആരവാരം, എന്താണ് ഈ ശബ്ദം? അപ്പോൾ ഒരാൾ പറയുകയാണ്, അവൻ ചോദിച്ചു, കടന്നു പോകുന്നത് കേട്ടിട്ട് ഇത് എന്തെന്ന് അവർ ചോദിച്ചു. അപ്പോ നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ അവരോട് അറിയിച്ചു. അപ്പൊ ഇവൻ എങ്ങനെ അറിയാ ഇത് നസറേനായ യേശു രോഗികളെ സൗഖ്യമാക്കുന്ന അവന്റെ കണ്ണ് തുറക്കുമെന്നൊക്കെ ഇവൻ എങ്ങനെ അറിയാം? ആ യേശു ഇത് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാ. ഇവൻ പല നാളുകളായി കേൾക്കുകയാ. അയ്യോ, ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു, ആ ദൈവമാണോ?
ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് വന്നവനാണോ? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മാത്രം കഴിവുള്ളവൻ, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ എന്നിവൻ കേട്ടോണ്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് അവൻ ചോദിച്ചത് ഈ ആരവാരം എന്താണ്, ഈ ശബ്ദ കോലാഹലം എന്താണ്? ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിനകത്തൂടെ ഒരു തെളിവ് വന്നോ, ഞാൻ ഇവന്റെ അടുത്ത് എന്റെ അപേക്ഷ കഴിച്ചാൽ ഞാൻ ഈ ഇരിക്കുന്ന അവസ്ഥകൾക്ക് ഒരു വിടുതൽ തരുവാൻ ഇവൻ മതിയായ ദൈവമാണെന്ന് അവൻ ഹൃദയത്തെ നിശ്ചയിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ച് അവൻ ഉറച്ചു നിലവിളിക്കുക. നിലവിളി എന്ന് പറയുമ്പോൾ നിലവിട്ടുള്ള വിളിയാ. കരച്ചിലെന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. പതുങ്ങിക്കരയുന്നതുണ്ട്, നെടുവീർപ്പെട്ട് കരയുന്നതുണ്ട്, ശബ്ദത്തിൽ കരയുന്നതുണ്ട്, ഉച്ചത്തിൽ കരയുന്നതുണ്ട്. എന്നാൽ നിലവിളി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ, നീ ഇറങ്ങി വന്നേ പറ്റുകയുള്ളൂ കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ നിലവിട്ട് കരയുന്നതാണ് നിലവിളി. പ്രൈസ് ദി ലോർഡ്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിൽ ദൈവത്തോട് കരഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൽ കരഞ്ഞിട്ടുണ്ട്, കിടക്കയിൽ കരഞ്ഞിട്ടുണ്ട്, സന്ധ്യായാമത്തിൽ കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയിൽ കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചും കരഞ്ഞിട്ടുണ്ട്. നിർണായക ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യരാൽ അസാധ്യമാകില്ല എന്ന് നാം കാണുമ്പോൾ നാം നിലവിളിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് ഇത് കഴിയുമെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധി മാത്രമേ ഇതിന് പരിഹാരം കിട്ടുകയുള്ളൂ എന്ന് കണ്ട് നിലവിളിക്കുമ്പോൾ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്നവനാ കർത്താവിന് ഇവിടെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അവൻ നിലവിളിച്ചു. ആമേൻ. അവൻ അറിഞ്ഞു ഒന്നാമത് ഇത് ആരാ പോകുന്നതെന്ന്. അപ്പൊ അവന് മനസ്സിലായി ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിറവേറ്റി തരുവാൻ ശക്തിയുള്ളവനായി ഇവരാ. അതുകൊണ്ട് ഇവനോട് കരഞ്ഞാൽ എന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്, എന്റെ നിലവിളിക്ക് ആമേൻ മറുപടി തരാൻ കഴിയുന്നവനായി പോകുന്നവനെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. അവൻ ചോദിച്ചു, നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ അവരോട് അറിയിച്ചു. അപ്പോൾ അവൻ പറയുക, യേശുവേ ദാവീദ് പുത്ര എന്നോടൊന്ന് കരുണ തോന്നണം എന്നവൻ നിലവിളിക്കുക. അപ്പോൾ അവനിവിടെ കരയാനുള്ള ഒരു നിലവിളിക്കാനുള്ള ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. അവൻ ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല. അവൻ അതീവ ആഗ്രഹമാണ്. ഈ ആഗ്രഹം വെച്ചാണ് ഈ സഹോദരൻ നിലവിളിക്കുന്നത്. അനേകം മുടന്തരെ സൗഖ്യമാക്കി, ചെകിടർക്ക് കേൾവി കൊടുത്തു, ഒരുപാട് വിടുതലുകൾ ചെയ്തു വരുന്നു. എന്നെ വിടിവിപ്പാൻ ഇവൻ ശക്തനാ. അവന്റെ ആ വേദന, അവന്റെ പ്രയാസം, അവന്റെ ആഗ്രഹം ഇതെല്ലാം വെച്ചാ കർത്താവിനോട് നിലവിളിക്കുന്നത്. എന്റെ കണ്ണൊന്ന് തുറക്കണം, ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കാനല്ല, ഞാൻ എന്നും ഇങ്ങനെ ഇരുന്ന് ഭിക്ഷ യാചിക്കാനല്ല, എന്റെ ദൈവത്തോട് ഞാനൊന്ന് കരഞ്ഞാൽ എന്റെ യേശു കർത്താവ് എനിക്ക് വിടുതൽ തരുമെന്ന് അവനെ ഉറച്ച് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിലവിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചുകൊണ്ട് നിലവിളിക്കുക. അപ്പോൾ നിലവിളിക്കുമ്പോൾ യേശുവിന്റെ കൂടെ യേശുവിന്റെ ശിഷ്യന്മാരുണ്ട്, മറ്റനേക ജനങ്ങളുണ്ട്. അപ്പോൾ ഇവന് വലിയ ഒന്നും പറയത്തക്കവണ്ണം ഒന്നും ഉള്ള മനുഷ്യനല്ലല്ലോ, ഭിക്ഷ യാചിക്കുന്നവനല്ലേ, മാന്യതയൊന്നും ഉള്ളവനല്ലല്ലോ. എന്നാൽ ജനം പറയുക, നീ മിണ്ടായിരി. ജനം യേശു ഹാലയിലേ പോകുന്നത് കണ്ട ജനം ഇങ്ങനെ തിക്കിത്തിരിങ്ങി വരികയാ. ആമേൻ. ജനം വരുന്നതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ വിടുതല യേശുവിന്റെ പുറകിൽ വന്നു വരുന്നവർക്കുണ്ട്. അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജനം ഇങ്ങനെ കടന്നു വരികയാണ്. യേശുവിന്റെ പുറകിൽ ആര് വന്നാലും അവർക്ക് വിടുതലില്ലാതെ പോവുകയില്ല. യേശുവിന്റെ അടുത്ത് ആര് ചുമ്മാതെ വന്നാലും അവർക്ക് മറുപടി കിട്ടാതെ പോവുകയില്ല. യേശുവിന്റെ അടുത്ത് ആമേനെ ആര് വന്നാലും അവർക്ക് ആമേനെ അവർ ആഗ്രഹിക്കുന്ന നിലവാരത്തില് അവർക്ക് സമാധാനം കിട്ടാതെ പോവുകയില്ല. ഇത് അനുഭവിച്ചത് കൊണ്ടും ആമേൻ ഇത് കണ്ടു കേട്ടുകൊണ്ട് ഇവനെ യേശുവിനോട് നിലവിളിക്കുക, ഇവൻ എന്റെയും കണ്ണ് തുറക്കാൻ മതിയായവൻ. ഇവൻ അറിഞ്ഞിട്ടാ കിടന്ന് നിലവിളിക്കുന്നത്. ഇവനോട് നിലവിളിച്ചാൽ മറ്റുള്ളവരോട് നിലവിളിക്കുന്ന പോലെ അല്ല, വ്യത്യാസമുണ്ടെന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവൻ നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. നടന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പം ഒരു കൂട്ടം ജനം അവനെ ശാസിച്ചു. അപ്പോൾ ഈ ശാസിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഒട്ടും കൂസാക്കിയില്ല. എനിക്കതൊന്നും കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവരുടെ ശാസനയ്ക്ക് ഇപ്പം ചെവി കൊടുക്കാൻ സമയമില്ല. എനിക്ക് ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ ഇപ്പം ഒക്കത്തില്ല.
എന്റെ കണ്ണു തുറക്കണം. അതിന് ഇവന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ എന്തോ വേണേലും പറഞ്ഞോ ശിഷ്യന്മാരെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊന്നുമല്ല നിലവിളിക്കുന്നത്. എന്നെ രക്ഷിപ്പാൻ, എന്നെ വിടിവിപ്പാൻ, എന്റെ ഈ സാഹചര്യത്തിന് ഒരു മാറ്റം വരുത്തുവാൻ ഞാൻ നിലവിളിക്കുന്നവനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് അവൻ ആ യേശുവിനെ നോക്കി നിലവിളിച്ചത്. അവന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? എനിക്കെങ്ങനെയും ഈ ലോകത്തിന്റെ ആ മനോഹരത്വം ഒന്ന് കാണണം, എനിക്കൊന്ന് കാണണം, എന്നെ സൗഖ്യമാക്കിയവനെ എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. അവൻ ആശയ്ക്കും മീതെ ആശയോട് ദൈവസന്നിധി നിലവിളിച്ചത്. അപ്പൊ കർത്താവിന് നമ്മുടെ ഉള്ളമെല്ലാം അറിയാമല്ലോ. അവന് ഉൾപ്പൂവുകളെ ആരായുന്നവനാണല്ലോ. നിലവിളിയുടെ നിലവിളി അത്രമാത്രം ആഴമുള്ളതാണെന്ന് ഗ്രഹിപ്പാൻ കഴിയുന്ന കർത്താവ് ഇപ്പൊ രാപകൽ തന്നോട് നിലവിളിക്കുന്നവരെ പ്രതിക്രിയ നടത്തുന്നത് എങ്ങനാന്നറിയാമോ? അവൻ ആ വിഷയത്തിന്റെ മേലിരിപ്പാൻ, വിശ്വാസത്തോടിരിപ്പാനുള്ള കെൽപ്പില്ല എന്ന് കാണുമ്പോഴാണ് ദൈവം പ്രതിക്രിയ ചെയ്യുന്നത്. ആ വിഷയമണ്ഡലത്തിന്റെ മേൽ ഇനി അവന് മറുപടി കൊടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ അവൻ താണുപോകാൻ, വിശ്വാസത്തിന് മാറിപ്പോകാൻ, അല്ലെങ്കിൽ അവന് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോഴേ തമ്പുരാൻ അങ്ങ് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിനറിയാം നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ഈ ഭാരം സഹിക്കാൻ, ഈ വേദന വഹിക്കാൻ. ഇത് നമ്മളെ നിർമ്മിച്ച ഉടയതമ്പുരാൻ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ കർത്താവ് നമുക്ക് തരുന്നതായ ചില ഭാരങ്ങള് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ഒരു ഭാരം നമ്മുടെ കർത്താവ് നമുക്ക് വെക്കത്തില്ല. നമ്മുടെ തലയിൽ അവൻ വെക്കുന്ന ദൈവമല്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്നതായ ഭാരമേ കർത്താവ് നമ്മുടെ ചുമലിൽ വെക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവൻ നിലവിളിക്കുകയാ, എനിക്ക് ഈ വിഷയത്തിന്റെ മേലൊരു മറുപടി കിട്ടണം. ഇങ്ങനെ പോയാലൊക്കത്തില്ല കർത്താവ്, എനിക്കിനി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റത്തില്ല, എനിക്കിനി ഇതിന് മറുപടി തന്നേ ഞാൻ ചലിക്കത്തുള്ളൂ. അങ്ങനെ അവന്റെ ആശയും ആഗ്രഹവും കൊതിയും എല്ലാം വച്ച് നിലവിളിക്കുക. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളും ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ചിട്ടുണ്ട്. രാവും പകലും ദൈവസനെ നിലവിളിച്ച് വിഷയത്തിന് മേൽ അസാധ്യതകളെ സാധ്യമാക്കി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ചോദിച്ച അനേക വിഷയങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ട്. നമ്മുടെ കർത്താവ് നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ കുറവശമൊന്നും കർത്താവ് അന്നേരം ഓർക്കത്തില്ല. എന്നോട് ചെയ്തതായ ചില കടപ്പാടുകളുണ്ട്, എന്നോട് തീരുമാനമെടുത്ത ചില വിഷയങ്ങളുണ്ട്. എന്നോട് ചില കാര്യങ്ങളൊക്കെ കരാറ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അവള് ചെയ്തില്ല, അവൻ ചെയ്തില്ല എന്നൊന്നും കർത്താവ് ഓർക്കത്തില്ല. അതൊക്കെ നമ്മളാ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതൊന്നും ഓർക്കാതെ നിലവിളിയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ അങ്ങ് ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനിയും ആ വിഷയത്തിന് മറുപടി കൊടുത്തില്ല എങ്കില് ആ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല എന്ന് കാണുമ്പോൾ അവൻ പ്രതിക്രിയക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. അവൻ അത്രമാത്രം ആശയോടെ ശിഷ്യന്മാരിനെ അവനെ ശാസിച്ചിട്ട് പോകാത്തത് എന്താ? എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. നിങ്ങൾ എന്നെ എന്തോ വേണേലും പറഞ്ഞു, എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ ചില മക്കള് കടന്നു വരുമ്പോൾ എന്റെ വിശ്വാസത്തിലെ കാര്യം ഞാൻ അങ്ങ് പറയാം. എനിക്ക് ഈ കർത്താവിൽ നിന്ന് മാറുവാൻ പറ്റത്തില്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ആശിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി സമൂഹം എന്തു പറഞ്ഞാലും, പള്ളിക്കാരെന്ത് പറഞ്ഞാലും, ആരെന്ത് പറഞ്ഞാലും എന്റെ കണ്ണൊന്ന് തുറന്നു. ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ പറയാ, എന്റെ കർത്താവേ, നീ എന്നോട് കരുണ കാണിക്കണം, എനിക്ക് കണ്ണൊന്ന് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആശ അത് മാത്രമേ ഉള്ളൂ, എന്റെ കണ്ണ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിക്കുക, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ഏറ്റവും അധികം നിലവിളിക്കാൻ പാടില്ല, കരയുവാൻ പാടില്ല. തർജ്ജനം ചെയ്തപ്പോൾ അവൻ ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് അടങ്ങിയിരുന്നെങ്കിൽ അവനക്ക് ഇന്ന് വിടുതല കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ തർജ്ജനം ചെയ്തപ്പോഴും ശാസിച്ചമർത്തിയപ്പോഴും അവന്റെ ഒരു ആശയുണ്ട്, എന്റെ ഈ വിഷയത്തിന് മറുപടി കിട്ടിയേ മതിയാവൂ, അത് തരാൻ ഇവ മതിയായവനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശിഷ്യന്മാര് വിലക്കിയിട്ടും ഈ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങിയത്. അവര് വിലക്കിയപ്പോൾ അവൻ അധികം കൂടെ ഉറച്ചു ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു.
എന്റെ കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് തന്നെ എനിക്ക് മറുപടി കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ അവൻ നിലവിളിച്ചപ്പോൾ ഉൾപ്പൂവുകളെ അറിയുന്ന കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, അവൻ അവൻ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ആ തമ്പുരാൻ എന്ത് ചെയ്തു? അവിടെ അങ്ങ് നിന്നു. ശിഷ്യന്മാരെന്തൊക്കെ പറഞ്ഞാലും അധികാരസ്ഥനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ അങ്ങ് നിന്നു. ഹല്ലേലൂയ. അവനെ തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ കൽപ്പന ഇട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ അടുക്കൽ ചെന്നപ്പോ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ട, എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. കർത്താവെ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഈ നിലവിളിച്ചത് എന്തുകൊണ്ട്? അവനൊരു വിശ്വാസമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയില് ഞാൻ നിലവിളിച്ചാൽ ആരല്ല എന്ത് പറഞ്ഞാലും, ഏത് വൈദ്യന്മാരിന് ഇതിന് രക്ഷയില്ല എന്ന് പറഞ്ഞാലും, ആരെന്ത് പറഞ്ഞാലും നിന്റെ തലമുറ പുറലോകം കാണത്തില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ ഇനി ബലത്തോടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിനക്കൊരു ശേഷിപ്പും പച്ചപ്പും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാലും, നാം നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കരുണയുള്ളവനായതുകൊണ്ട് നമ്മുടെ നിലവിളിയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ എന്നോട് നിങ്ങൾ ചോദിക്കും, ഈ വിഷയമണ്ഡലത്തിന്റെ മേൽ ഞാൻ നിനക്ക് മറുപടി തന്നിരിക്കുന്നു. നീ എന്നോട് കഴിച്ച അപേക്ഷയുണ്ടല്ലോ, അത് കേവലം ഒരു മനുഷ്യരോടല്ല, നിന്നെ മെലിഞ്ഞ നിന്റെ സകല ഇച്ഛാശക്തികളെ അറിയുമ്പോൾ, നിന്റെ ഒരു മുടിയില പൊഴിഞ്ഞു പോയാൽ അത് എണ്ണി അറിയുവാൻ, നിന്റെ ഹൃദയത്തിന്റെ രോഗം മനസ്സിലാക്കുവാൻ, നിന്റെ മനസ്സിന്റെ പീഡനത്തെ മനസ്സിലാക്കുവാൻ, നിന്റെ മനസ്സിലാക്കുവാൻ കഴിയുന്ന നിന്നെ പരിഹരിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകപ്രകാരം ആരെന്തു പറഞ്ഞാലും ദൈവമക്കളെ നമ്മൾ ഭയപ്പെടരുത്. ഇനി അതിന് രക്ഷയില്ല മക്കളെ. അതിനെ ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ വേറെ വല്ലവരെയും കാണീര്, ഹല്ലേലൂയ, അല്ലെങ്കിൽ അവരെ കാണിച്ചിട്ട് രക്ഷയില്ല എന്ന് കണ്ടാൽ ഇനിയും പ്രാർത്ഥിര്. നമ്മൾ എന്തോ ചെയ്യാനാ? ദൈവത്തിന്റെ ഹിതം പോലാകട്ടെ. അങ്ങനല്ല, എന്റെ ദൈവം എന്നെ വിടിവിക്കും. ചീഞ്ഞു നാറിയ ലാസറിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ എന്റെ തമ്പുരാൻ ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. നമ്മുടെ കർത്താവിനെ ഒന്ന് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ വലിപ്പത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രോഗത്തിന്റെയോ നമ്മുടെ സാഹചര്യത്തിന്റെയോ നമ്മുടെ തലമുറയുടെയോ വിഷയത്തെക്കാൾ എത്രയോ മടങ്ങ് വലിയവനാണ് നമ്മുടെ ദൈവം. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഇതുപോലെ പ്രതികൂലം, നമ്മുടെ മുമ്പിൽ ഇതുപോലെ വലിപ്പത്തെ ഇതുപോലെ പ്രയാസം ശക്തനാണ്. ഹല്ലേലൂയ. അവനൊരു നാളും നമ്മളെ കൈവിടുകയില്ല. ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നിലവിളിപ്പാൻ നാം തയ്യാറാണെങ്കിൽ പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാ. ഇന്നല്ലേ നാളെ എന്റെ ദൈവം നമ്മൾ കരയുന്ന വിഷയത്തിന്, ചില വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി തരും. ചില വിഷയങ്ങൾക്ക് അവൻ ദൈവത്തിന്റെ തക്ക സമയത്ത് മറുപടി തരുവാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് നിലവിളിയും പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളില് നമ്മുടെ എത്രയോ വിഷയത്തിന് ദൈവമക്കളെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവൻ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് തുറക്കാം, പ്രാർത്ഥിക്കാം. എന്താ? 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ന്യായ പ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ന്യായ പ്രമാണത്തിന് എന്തുണ്ട്? ഒരു അത്ഭുതമുണ്ട്. കർത്താവിന്റെ മഹത്വമേറിയ ഹല്ലേലൂയ 119 അത് അവന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണൊന്ന് തുറക്കണമേ കർത്താവിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ന്യായപ്രമാണം, നമ്മുടെ കർത്താവിനെ ഒന്ന് കണ്ട സൃഷ്ടിയുടെ ഉടമസ്ഥൻ എങ്ങനെ ഇറങ്ങി വരുന്നത്,
അവന് കഴിയാത്ത ഒന്നുമില്ല. അവൻ സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് അവന്റെ ന്യായ പ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഒരുത്തന് യേശുവിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. പുള്ളിക്കാരൻ വിചാരിച്ചു ഈ യേശുവിന്റെ നാമം ഇനി ഇവൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദമസ്കോസ് പട്ടണത്തിലെല്ലാം ചുറ്റി നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും ഈ നാമത്തിലൊന്ന് പറയുന്നത് കാണണമെന്ന് പറഞ്ഞ വലിയ കാര്യത്തെ വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് തമ്പുരാൻ ഒരു അടി കൊടുത്തു പൊട്ടിച്ചു. ഹല്ലേലൂയ. തന്റെ കണ്ണടഞ്ഞു പോയി. പിന്നെ ഭക്തന്മാരെന്ന് പ്രാർത്ഥിച്ചപ്പോഴാ കണ്ണ് തുറന്നത്. കണ്ണ് തുറന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് വീണു. ദമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച യേശുവിന്റെ നാമം പറയണമെന്ന് പറഞ്ഞവനെ കാണിച്ച് യേശു ആരാണ് അവിടെ വെച്ച് മനസ്സിലായി. അയ്യോ, ഇത് സൃഷ്ടികർത്താവായിരുന്നല്ലോ യേശു. സൂര്യനെ വെല്ലുന്ന ശക്തിയായിരുന്നു, പ്രഭ. തേജസ്സിന്റെ മേൽ തേജസ് അണിഞ്ഞവൻ, പ്രഭയുടെ മേൽ പ്രഭയണിഞ്ഞവൻ. പൗലോസിനൊന്ന് മനസ്സിലായി. ദമസ്കോസിന്റെ പടിവാതിലിൽ വെച്ചതാ മനസ്സിലായത്. അയ്യോ, ഇത് എനിക്ക് തെറ്റിപ്പോയി. ഇത് സർവശക്തനായ കർത്താവ്. ഈ കർത്താവ് ആരാണെന്ന് എനിക്ക്, നീ ആരാ കർത്താവേ? സ്തോത്രം. പൗലോസിനെ കാണിച്ചു കൊടുത്തു. അനേകർക്ക്, രാജാക്കന്മാർക്ക്, ജാതികൾക്ക്, യഹൂദന്മാർക്ക് യേശു കർത്താവിനെ പ്രസംഗിക്കേണ്ടതിനാ കർത്താവ് കാണിച്ചു കൊടുത്തു പൗലോസിനെ, ശൗലിനെ. ഹല്ലേലൂയ. പിന്നെ അനനിയാസ് വന്ന് കൈവച്ചപ്പോഴാ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കണ്ണടഞ്ഞിരിക്കുന്നത് തുറക്കാൻ നമ്മൾ ശക്തിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഈ പൗലോസ് എഫെസോസ് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിനകത്ത് ആ കർത്താവിന്റെ ആ സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതം കാണേണ്ടതിന്, നിന്റെ ന്യായപ്രമാണത്തിന്റെ ശക്തി കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്ന 1-നകത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയില് നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പം ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഉള്ളിലെ കണ്ണു തുറക്കുമ്പോഴാ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന യേശു എന്റെ നിങ്ങളുടെ കൊച്ചു വിഷയത്തിന് പരിഹാരം തരൊടി നേരം മതി എന്ന് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വെളിപ്പാട് പ്രാപിക്കാത്തവർക്ക് എന്താ അതിന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, കൂട്ടു സഹോദരങ്ങളെ വിളിക്കും. ഞാനിങ്ങനെ ഒരു പ്രതിസന്ധിയില്ല, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലാതെ ഞാൻ അലഞ്ഞുലയുവാടി കുഞ്ഞെ. സഹോദരി, ആ വിഷയം വല്ലാത്ത ഒരു വിഷയം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. രാവിലെ നേരം വെളുക്കുമ്പോൾ നാം ചിന്താകുലരായി ഇങ്ങനെ ഇരിക്കും. ഞാനും എന്റെ അനുഭവമാ പറയുന്നേ, എന്നെ മാറ്റി നിർത്തിയല്ല പറയുന്നേ. അപ്പൊ എന്തുകൊണ്ടാ നമ്മുടെ കണ്ണ് മങ്ങുമ്പോഴാ എന്റെ ദൈവമക്കളെ നമ്മൾ ഇങ്ങനെ നിരാശപ്പെടുന്നതാ. ഉടയതമ്പുരാൻ ആരാ? സൃഷ്ടികർത്താവിനെ കാണാൻ ആ തിമായിയുടെ മകൻ ബർത്തീമായി നിലവിളിച്ചപ്പോൾ അവന് മനസ്സിലായി, ഞാൻ നിലവിളിക്കുന്നവൻ ആരാണെന്ന് അവന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ഇത്ര നിർബന്ധമായിട്ട് അവൻ നിലവിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവനെ ശാസിച്ചു, തർജ്ജനം ചെയ്തു, മിണ്ടരുത് പറഞ്ഞു. അവൻ മിണ്ടാതിരുന്ന അവന്റെ കണ്ണു തുറക്കുമോ? അവന് ശാസിച്ചപ്പോൾ അമർന്നിരുന്നാൽ അവന്റെ കണ്ണു തുറക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ചില വിഷയത്തിന് നാം ഇതുപോലെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. കാലങ്ങളും കാലലക്ഷണങ്ങളും യേശു കർത്താവ് ഇഹലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാലങ്ങളും കാലലക്ഷണങ്ങളും വിവേചിക്കണം, സമയങ്ങളെ കണ്ട് വിവേചിച്ചോണം. ഇനിയും എത്രയും ആത്മകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അവന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ആമേ വാട്ടം മാലിന്യം, ഹല്ലേലൂയ, ആമേ കളങ്കമില്ലാത്ത ഒരു കന്യകയെ ചേർക്കുവാൻ
ഇനിയും എത്രയും താമസിയുമില്ല, നമ്മുടെ മണവാളൻ കടന്നു വരും. ആകയോ നമ്മൾ ഉണർന്ന ജാഗരൂകരായി ദൈവസന്നിധിയിലായിരിക്കുവാനുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിമായി നിലവിളിച്ചതുപോലെ ദൈവമക്കളെ നമുക്കൊന്നിച്ചൊന്ന് നിലവിളിച്ച് ദൈവസന്നിധി കരയേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മളെ പോലെ സമശിഷ്ടങ്ങൾ എത്രയോ പ്രിയപ്പെട്ടവർക്ക് ദൈവമാരാണെന്നറിയാതെ ഉഴലുമ്പോൾ നമ്മളെ വിടിവിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അരുമനാഥനെ കുറിച്ച് അവരോട് പറയുവാനുള്ളൊരു കൃപ ഈ ദിവസങ്ങളിൽ നമ്മളിൽ ഓരോരുത്തർക്കും പ്രാപിച്ചെടുക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് കരയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കാൻ ഹല്ലേലൂയ പൗലോസ് പ്രാർത്ഥിക്കുക എഫെസോസ് സഭയോട്. എന്നതുപോലെ സഹോദരൻ സൃഷ്ടികർത്താവായ യേശുവിനെ കാണാൻ, പ്രപഞ്ചത്തെ കാണാൻ യേശുവിന്റെ പിറകാലം നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നിലവിളിയുടെ മുമ്പിൽ എൻ്റെ ദൈവം അവന് മറുപടി കൊടുത്തു. അവന്റെ വിശ്വാസത്തിനൊത്തവണ്ണം അവന് മറുപടി കൊടുക്കുവാനിടയായി തീർന്നു. പിന്നത്തേത് നാം വായിക്കുന്നുണ്ട്. നിലവിളിച്ച ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. എങ്കിലും കുറച്ച് ഭാഗങ്ങളെ മാത്രം ഒന്ന് ശ്രദ്ധിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെട്ടുകൊണ്ട് യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ യോന നിലവിളിക്കുന്നുണ്ട്. അതിന്റെ കപ്പൽ ഉടമസ്ഥ ജോലിക്കാരൻ നിലവിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ വചനം നമുക്കൊന്നെടുക്കാം. യോനയുടെ യോനയുടെ പുസ്തകം 2:1 നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. യോനയ്ക്ക് എന്തുകൊണ്ടായി കഷ്ടത വന്നേ? തമ്പുരാൻ പറഞ്ഞു, നിനവേലിലെ ജനത്തിന്റെ അകൃത്യം ഭയങ്കരമാ. അത് എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. 1-ന്റെ ആരംഭത്തിൽ വായിക്കുന്നത് 2-ാം വായിക്കും. 1-ന്റെ 2-ാം വായിക്കുന്നത് വായിക്കാമോ സന്ധ്യ സിസ്റ്ററെ? ഹലോ. 1-ന്റെ 2 നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്ന് തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്ത യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർസീസിലേക്ക് പോയിക്കൊള്ളുവാൻ അതിൽ കയറി. അപ്പൊ തന്റെ ഇഷ്ടം, അപ്പൊ നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ വേല ചെയ്യുന്ന, ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയില് ഹല്ലേലൂയ വേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഇഷ്ടമുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ വിളിച്ചപ്പോ ദൈവത്തിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ദൈവത്തിനൊരു സ്തോത്രം. പ്രത്യാശ എന്നല്ലല്ലോ, നമുക്കാണല്ലോ ദൈവത്തോടുള്ള പ്രത്യാശ വർദ്ധിക്കേണ്ടത്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ആശയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന് എന്തു ആശ? നമ്മള് ആത്മീക മണ്ഡലത്തിൽ വളരെ പക്വതയുള്ളവരായി ദൈവരാജ്യത്തിൽ എത്തണം. ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. വിശുദ്ധിയോട് ജീവിതം നയിക്കണം. ഇതൊക്കെയാ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആശ. അപ്പൊ നമുക്കും ചില ആശകളുണ്ട്, ക്ഷീണമുണ്ട്, മടിപ്പുണ്ട്. പ്രാർത്ഥനയ്ക്കില്ല പറഞ്ഞ പോലെ മടിപ്പുണ്ട്. നമ്മുടേതായ ചില ഇച്ഛകളുണ്ട്, നമ്മുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. പലപ്പോഴും അത് സ്വാഭാവികം. നമ്മൾ മനുഷ്യരാ, ദൂതന്മാരൊന്നും അല്ലല്ലോ, ബലഹീന മനുഷ്യരാണല്ലോ. എന്നാൽ പലപ്പോഴും നമുക്കും നമ്മുടേതായ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഈ യോന നിലവിളിക്കുന്നതിനൊരു കാരണമുണ്ട്. യോനായോട് തമ്പുരാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, യോനായെ നീ ചെന്ന് നിനവേലിൽ പ്രസംഗിക്കണം. അപ്പൊ ദൈവത്തിന് ലോകത്തെ, രാജ്യത്തെയും സ്റ്റേറ്റുകളെയും എല്ലാ ഗ്രാമങ്ങളെയും പഞ്ചായത്തുകളെയും വ്യക്തികളെയും എല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അപ്പൊ നിനവേ പട്ടണത്തിൽ പോയി പ്രസംഗിക്കുവാൻ വേറെ ആരെയും കാണാഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞത് യോനായോടാണ്. അപ്പൊ യോന വിചാരിച്ചു, ഞാൻ പോയി പ്രസംഗിച്ചില്ലേലും, പ്രൈസ് ദി ലോർഡ്, ഞാൻ പോയി ഈ നിനവേ പട്ടണത്തിൽ പ്രസംഗിച്ചില്ലേലും
തമ്പുരാൻ മഹാകരുണയുള്ള ദൈവമാണ്. കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുകയും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഞാൻ തന്നെ നിലവേലി പോയി പ്രസംഗിക്കണമെന്നൊന്നുമില്ല. എങ്ങനെയാലും ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ദേശത്തെ വിടിവിക്കാൻ കർത്താവിന് കഴിയും. ആര് ചിന്തയോടുകൂടെ യോന എന്ത് ചെയ്തു? ദൈവശബ്ദത്തിനെ വ്യതിചലിച്ച് തന്റെ ഇഷ്ടത്തിന് തർശീസിലേക്ക് പോകാൻ പോയി. താൻ അങ്ങനെ പൈസയൊക്കെ കൂലിയൊക്കെ കൊടുത്ത് കപ്പലിൽ കയറി താനിങ്ങനെ സുഖമായിട്ട് ഉറങ്ങാനായിട്ട് അടിത്തട്ടിലേക്ക് പോയി കിടക്കുക. അങ്ങനെ സുഖമായി കിടക്കുമ്പോഴാണ് തമ്പുരാന്റെ കോപം കപ്പലിലേക്ക് അടിക്കുന്നു. അപ്പൊ ഇത് അവർക്ക് മനസ്സിലായി. കപ്പലുടമക്കാര്, കപ്പൽ പ്രമാണി അവന്റെ അടുക്ക് ഇവൻ കിടന്നു സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ കപ്പൽ പ്രമാണി അവന്റെ അടുക്കിൽ വന്നു. അവനോട് നീ ഉറങ്ങുന്നത് എന്താ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം, എന്നാ നശിച്ചു പോകാതിരിക്കേണ്ടത് ദൈവം പക്ഷെ നമ്മെ കടാക്ഷിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതൊക്കെ പറയുമ്പോഴും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയും അവർക്ക് മനസ്സിലായല്ലോ. അല്ലേലിയ, ഇത് അവൻ പറയുന്നുണ്ട് നീ എവിടുത്തുകാരൻ ഏത് എന്തെന്നൊക്കെ അവനോട് ചോദിച്ചപ്പോ അവനോട് പറഞ്ഞു, അവൻ അവരോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്താ? നീ എവിടെ നിന്ന് വന്നു? നിന്റെ നാടേതാ? നീ ഏത് ജാതിക്കാരനാ എന്നൊക്കെ ചോദിച്ചു. അതിനെ അവൻ അവരോട് ഞാനൊരു എബ്രയനാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാന് ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടപ്പോൾ ഈ കപ്പലിലുള്ളവർക്കൊരു നടുക്കം ഉണ്ടായി. യോ, ഇവനാണോ ഇത്? ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഇവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനെ സേവിച്ചു ഭജിച്ചു വരുന്നവനാണെന്നുള്ളത് കപ്പൽക്കാർക്ക് മനസ്സിലായെന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ എബ്രയനാണ്, കടലിൻ കരയുണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. അവനോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചോദിച്ചു. എന്തിന് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. അവൻ അവനോട് അറിയിച്ചത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോവുകയാകുന്നു കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഇനിയിപ്പൊ ഞങ്ങൾ എന്തുവാ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്? ഇപ്പൊ യോനയ്ക്കറിയാം ഇതിന് പരിഹാരം ഒന്നുമില്ല, എന്നെ കടലിൽ ഇടുക, അതേയുള്ളൂ പരിഹാരം. യോന പറഞ്ഞു നിങ്ങൾ എന്നെ കടലിലേക്ക് അങ്ങിടുക, അപ്പം കടല് ശാന്തമാകും. ഇപ്പൊ ഇവർക്കൊരു ഭയം വന്നു. മനസ്സിലാക്കിക്കോണേ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്ത അനേക രാജാക്കന്മാരും മനുഷ്യർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കപ്പൽ ജീവനക്കാർക്ക് ഈ ഇവൻ പറഞ്ഞ ദൈവത്തെ ഭയം തട്ടി. കണ്ടോണേ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവൻ പറയാ എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നെന്ന് അവൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് വളരെ നോക്കി, പക്ഷെ പറ്റിയില്ല. ആമേ തണ്ടക്കം വലിച്ചു സൈഡ് പിടിക്കാൻ നോക്കി, പക്ഷെ പറ്റുമോ? തമ്പുരാൻ ഒന്നും നിശ്ചയിച്ചതല്ല നടക്കത്തുള്ളൂ. തമ്പുരാൻ പറഞ്ഞത് യോന ചെയ്യാത്തോണ്ട് തമ്പുരാന്റെ കോപം വന്നു. അപ്പോൾ യോനായെ കൊണ്ട് തന്നെ ദൈവം നിലവേലി പ്രസംഗിപ്പിക്കും എന്നുള്ള ദൈവം നിശ്ചയിച്ച കാര്യമാണ്. അത് യോന പല ഉപനിധികൾ കാണിച്ചാലും തമ്പുരാൻ പിടിക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കടലിലിട്ടു, കടലിൽ കിടന്ന് മര്യാദ പഠിച്ചു, സ്തോത്രം ചെയ്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ നിലവിളിക്കുക. ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം യോനായി വിഴുങ്ങി. രക്ഷിക്കാനായിട്ട് യോനയുടെ ദൈവം കൽപ്പിച്ച മത്സ്യം വിഴുങ്ങി. അവൻ ദൈവസന്നിധിയില് എല്ലാം കൊണ്ടും പ്രാർത്ഥിപ്പാൻ ഒന്നുകൂടെ ദൈവസന്നിധി വിനയപ്പെടാൻ ഇടയായി. അങ്ങനെ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചതാണ് 2-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന. എന്തൊക്കെയായിരുന്നു? അയ്യോ, ഞാൻ ഭൂമിയുടെ അടിത്തട്ടിപ്പോയി. അനുസരിച്ചെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ അനുസരിക്കാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ കർത്താവ് കരുണയുള്ളവനാ ആയതുകൊണ്ടാ കർത്താവ് പറയുന്നതൊക്കെ പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയുടെ അനുഭവത്തിൽ നിൽക്കുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ യഹോവയുടെ കോപം നമുക്ക് നേരെ
ആയിരുന്നു. അല്ലെങ്കിൽ ഇവിടെ യോന പറയുക, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. ഈ നിലവിളി ഇവിടെ അനുസരണക്കേടിനാൽ വന്നതാ. യോന വിചാരിച്ചു യഹോവയാകുന്ന ദൈവം മഹാദയും കരുണയുള്ളവനായതുകൊണ്ട് നിനവേലിൽ വേറെ ഏതെങ്കിലും വഴിയിൽ സുവിശേഷം അറിയിക്കും, നിനവേ ജനത്തെ എങ്ങനെയെങ്കിലും ഉദ്ധരിച്ച് വിടിവിക്കും. ഞാൻ എന്റെ ഇഷ്ടത്തിന് തർസീസിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ എന്റെ ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല ദൈവത്തിന്റെ ചില വിഷയങ്ങളാണ്. ചില വിഷയത്തിൽ നമ്മുടെ ദൈവത്തിന്റെ കൈ പാരമാകേണ്ട ചില വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ യോന അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് യഹോവയുടെ കൈ ഇവിടെ പാരമായിരിക്കുക. അപ്പൊ പ്രതികൂലം വന്നപ്പോൾ എന്ത് ചെയ്തു? നിലവിളിച്ചു. അപ്പൊ നിലവിളിക്കണമെങ്കിൽ യോനായ്ക്ക് ഒരു പ്രതികൂലം വന്ന, അനുസരണക്കേടിനാൽ ഒരു പ്രതികൂലം ഉണ്ടായി. പിന്നെ ദൈവത്തോട് നിലവിളിക്കാം. തമ്പുരാൻ ഒട്ടും ഹല്ലേലൂയ പിന്മാറിയില്ല. തമ്പുരാൻ നിശ്ചയിച്ചത് തന്നെ തമ്പുരാൻ ചെയ്തു. നിനവേ പട്ടണത്തെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന വ്യക്തി യോനായ. യോനായെ തന്നെ ഞാൻ ഈ ശുശ്രൂഷ ഏൽപ്പിക്കും എന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്ന സ്ഥലത്തേക്ക്, കർത്താവ് നമ്മൾ പറയുന്ന വ്യക്തിത്വങ്ങളോട്, കർത്താവ് നമ്മളോട് പറയുന്ന ചില ജീവിതങ്ങളോട്, ചില ദേശത്തോടൊക്കെ പോകാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോയാൽ ചിലപ്പോൾ നമുക്ക് ദൈവത്തിന്റെ കോപം വരുത്തില്ലായിരിക്കും. സ്തോത്രം. കരുണയുള്ള കർത്താവ് ആയതുകൊണ്ട് നമ്മളോടൊക്കെ ദീർഘക്ഷമ കാണിക്കുക. ഇപ്പൊ എന്തെങ്കിലും കർത്താവ് പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. മറിയ പറഞ്ഞതുപോലെ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നത്തേത് അടി വരികയില്ല. ഹല്ലേലൂയ. ഇപ്പൊ യോനായുടെ ഇഷ്ടം തർശീസിപ്പാനും ദൈവത്തിന്റെ ഇഷ്ടം നിനവേ പോയി. ഇടം കൈയും വലം കൈയും അറിയാത്ത 1,10,000 ചിലുവാനും ജനത്തെ മാനസാന്തരപ്പെടുത്തി ദൈവം ആരാണെന്നറിഞ്ഞ അവരുടെ ദുഷ്ക്രിയകളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതിനെ തട്ടിമറിച്ചുകൊണ്ട് യോനയുടെ ഇഷ്ടത്തിന് പോയാൽ ദൈവത്തിന്റെ ഇഷ്ടം തന്നെ നിവർത്തിക്കാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, ഞാനും അനുസരിക്കേണ്ടത് ആവശ്യമാണ്. തമ്പുരാൻ നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ കർത്താവിൽ നിന്ന് നമുക്ക് കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് ഞാനങ്ങ് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഓനെ ഒത്തിരി നിലവിളിച്ചു. അയ്യോ, അത് വായിക്കുമ്പോ നമുക്ക് സങ്കടവും കഷ്ടവും തോന്നും. പിന്നെ എന്തുവാ? എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അപ്പൊ നിലവിളിച്ചത് എന്തുകൊണ്ടാ? കഷ്ടതയാ. താന് മത്സ്യം വിഴുങ്ങിയെങ്കിലും താൻ അനുഭവിച്ച കഷ്ടത ഇച്ചിരി കടുപ്പമുള്ളതായിരുന്നു. താൻ വായിക്കുമ്പോ അറിയാം. അവൻ എനിക്ക് ഉത്തരമല്ലി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് വിളിച്ചു, ആഴത്തിലേക്ക് ഇറങ്ങി, അങ്ങ് പാതാളം വരെ പോയി. അവിടെ സുഗമമായ സഞ്ചാരമില്ല. അവന് ചില പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് നിലവിളിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. പാതാളത്തിന്റെ വയറ്റിൽ നിന്നായി വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്ന് ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് നീ ആശ്രയിപ്പാൻ ഇനിയും കർത്താവേ നീ അല്ലാതെ ആരുമില്ല. ഞാൻ ചെയ്തു പോയി. എന്റെ പാകപ്പിഴയാണ്, എന്റെ അഹങ്കാരമാണ്, എന്റെ ഇഷ്ടമാണ്. ആമേ, നിനക്ക് ചെവി തരാതെ എന്റെ ഇഷ്ടത്തിന് ഞാൻ പുറപ്പെട്ടതാണ് ഈ നിലവിളിക്ക് കാരണമായതെന്ന് യോന ദൈവത്തോട് ഏറ്റുപറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോന മൊത്തം ദൈവത്തോട് സമ്മതിച്ചു കൊടുത്തു. ദൈവം അവനെ ഉദ്ധരിച്ചു. ഹല്ലേലൂയ. ആമേ. സ്തോത്രം.
നീയോ, അതിന്റെ 6ന്റെ അവസാനമായിട്ട് 2ന്റെ, നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കിലെത്തി. ആഴത്തിക്കിടന്ന് നിലവിളിച്ചു യോന. പ്രൈസ് ദി ലോർഡ്. ആഴത്തിക്കിടന്ന് നിലവിളിക്കുക. ദൈവിക സന്നദ്ധിയിൽ നമ്മൾ വ്യതിചലിച്ചു പോയാൽ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേട്ടിട്ട് നാം തെറ്റിപ്പോയാൽ, ദൈവം പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ, ദൈവം തരുന്ന ആലോചനയ്ക്ക് നാം ചെവി കൊടുക്കാതിരുന്നാൽ, തമ്പുരാന്റെ ശിക്ഷയ്ക്ക് നമ്മൾ കാരണമായി തീരരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഭയത്തോടെ ദൈവവചനവുമായിട്ട് അടിയന് നിൽക്കുന്നു. എന്റെ ജീവിതത്തില് കുറവുണ്ട്, വീഴ്ചയുണ്ട്, വാക്കുകളിലുണ്ട്, സംസാരങ്ങളിലും നോട്ടങ്ങളിലും ഒക്കെ ഉണ്ട്. ഞാൻ പൂർണ്ണവതിയല്ല. എങ്കിലും നമുക്ക് ഭയത്തോടെ വേണേ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കൈകാര്യം ചെയ്യാനും നമ്മളെ പഠിപ്പിക്കുക കർത്താവ്. സ്തോത്രം. എത്രയോ എലിസണക്കേട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നിട്ടും കൃപയുടെ വാതിൽ അടയാത്തത് കൊണ്ട് നാം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവോ മഹാദയം കരുണയുള്ളവനായതുകൊണ്ട്, അവൻ മഹാദയം ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട് പലപ്പോഴും നിലവിളിക്കുന്ന നിലവിളിക്ക് അവൻ ചെവി പൊത്തിക്കളയാതെ എന്നെ നിങ്ങളെ രക്ഷിക്കുകയാ. ഹല്ലേലൂയ. അത്രമാത്രം യോന കിടന്ന് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം യോന എന്തോ ചെയ്തു? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണനിന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കിലെത്തി. അപ്പൊ യഹോവയെ അവൻ അവിടെ കിടന്നുകൊണ്ട് ഓർത്തു. എന്താ ഓർത്തത്? ഈ നിലവിളിക്ക് ഒന്നും കാരണമാകത്തില്ലായിരുന്നു. പറഞ്ഞപ്പോഴേ ഞാൻ അതങ്ങ് ചെയ്തെങ്കിൽ, പറഞ്ഞപ്പോഴേ ഞാൻ കേട്ടില്ല, ദുഃഖത്തിന് കാരണമാകത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഏത് വിഷയത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ തമ്പുരാന്റെ ആലോചന ചോദിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പുകൾ വെക്കണം. തമ്പുരാൻ പറയുന്നത് പോലെ ഏറെക്കുറെ നമ്മൾ ചെയ്താൽ ദൈവ കോപത്തിൽ നമുക്ക് ഒഴിവുള്ളവരായി തീരാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിലൊക്കെയും ചില ഭാരങ്ങളും പ്രയാസങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരായി നാം ജീവിക്കണമെങ്കിൽ ഹല്ലേലൂയയുടെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചുകൊണ്ട് നമ്മളാൽ കഴിവതും ദൈവിക ഉപദേശത്തിനും ദൈവത്തിന്റെ വചനത്തിനും ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകാൻ വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കാൻ ലോകത്തോടല്ല, നമുക്ക് നോക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. യോന അടികൊണ്ടപ്പോഴാ ദൈവത്തെങ്കിലേക്ക് നോക്കിയത്. അങ്ങനെയല്ലയോ വായിച്ചേ? ഹല്ലേലൂയ. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. അപ്പൊ കുഴി വീണപ്പോ നിലവിളിക്കുക. നീ പറഞ്ഞതുപോലെ ചെയ്തെങ്കിൽ ഈ നിലവിളിക്ക് കാരണമാകില്ലായിരുന്നു. 1,10,000 ചിലുവാനും ജനം പാപത്തിന്റെ മ്ലേച്ഛതയിൽ കിടന്ന പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുമ്പോൾ യഹോവയുടെ പ്രമാണത്തെ കുറിച്ച് എനിക്ക് അവരോട് പറയാൻ കഴിയാതെ, ആമേൻ, യഹോവയുടെ വിധികളെ അവന്റെ ന്യായവിധികളെ കുറിച്ച് പറയാൻ കഴിയാതെ ഇഷ്ടത്തിന് ഞാൻ നടന്നു. അതുകൊണ്ട് ഞാൻ ഈ ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. അങ്ങനെ അവൻ തന്നെ തന്നെ കണ്ടിട്ട് പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കി പ്രാർത്ഥിച്ചു. കർത്താവ് കരുണയുള്ളവനായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഹല്ലേലൂയ. എന്റെ പ്രാണനുള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. അത്രമാത്രം ക്ഷീണം തട്ടി നിലവിളിച്ചു. പാതാളത്തിന്റെ അറ്റത്ത് കിടന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിൽ സുഗമമല്ലാത്ത പാതയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഭക്തൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തെ ഓർത്തു.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവത്തെ ഓർത്തത് ദൈവം പറഞ്ഞപ്പോൾ അന്നേരേ അതുപോലെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രയാസം ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ നിന്റെ അടുത്തെത്തി. പ്രൈസ് ദി ലോർഡ്. അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അപ്പോ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അതുകൊണ്ട് അവന്, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. അങ്ങനെ യോനയെ ദൈവം എന്ത് ചെയ്തു? ഇന്നത്തെ നാം ഇവിടെ വായിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്കുണ്ടായത് എന്നാൽ, നീ പുറപ്പെട്ട് നഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അവരോട് പ്രസംഗിക്കാം. അപ്പം ഇത് ചെയ്യാനാ കർത്താവ് ആദ്യമേ പറഞ്ഞേ. ഇത് ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് പോയപ്പോ അടി കൊടുത്തു തമ്പുരാൻ പിന്നെയും പറയാ, ഞാൻ നിന്നോട് എന്തോ പറഞ്ഞേ, അവിടെ പോയി എന്നെ കുറിച്ച് പറയണം, അതാകുന്നു നിന്നെ കുറിച്ച് ഞാൻ കണ്ടിരിക്കുന്ന ദൗത്യം, നീ അത് ചെയ്തേ പറ്റൂ. അടിയും കൊണ്ട് മര്യാദ പഠിച്ച് കഴിഞ്ഞപ്പോ തമ്പുരാനോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചപ്പോ തമ്പുരാന് താൻ ആകേണ്ട ആ സ്ഥലത്താക്കി ഞാൻ ഏൽപ്പിച്ചത് ചെയ്യുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കാതെ പോയത് കൊണ്ടാണ് യോന നിലവിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അരുളപ്പാടുകൾ ജനത്തോട് പറഞ്ഞു. യോന പ്രസംഗിച്ചു. അവിടെ എന്താ ഉണ്ടായത്? പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തൻ താന്റെ ദുർമാർഗവും താന്റെ കയ്യിലുള്ള സാഹസവും വിട്ടു. തമ്പുരാനിതറിയാം ഇവ പ്രസംഗിച്ചാൽ ഈ ജനം വിടുമെന്ന. അതുകൊണ്ട് നമ്മളെ ചില ദേശത്തേക്ക് പോകാൻ പറയുന്നത്. ഫിലിപ്പോസിനോട് പറഞ്ഞു നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ. നിർജ്ജന സ്ഥലം എന്ന് പറഞ്ഞാൽ ആളില്ല, ജനവാസമില്ല, നീ അവിടേക്ക് പോകാൻ. തമ്പുരാനെ അറിയത്തില്ല അവിടെ എന്തോ ഉള്ളെന്ന്. ഫിലിപ്പോസ് പറഞ്ഞതുപോലെ തമ്പുരാൻ പറഞ്ഞതുപോലെ അനുസരിച്ചു. നേരവാ ഷണനെ കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷണൻ മുഖാന്തരം ആഫ്രിക്ക കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. ഏറിയ ജനവും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ ഓരോരുത്തരും താന്റെ ദുർമാർഗം താന്റെ കൈക്കുള്ള സാഹസവും വിട്ടു. മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് താൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറിയിരിക്കുന്നു. ആർക്കറിയാം? ദൈവം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളിൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു വരുത്തിയതുമില്ല. അപ്പോൾ ഈ വലിയ അനർത്ഥം ഈ രാജ്യത്ത് വരുമെന്ന് കണ്ടതുകൊണ്ടാ ദൈവം യോനായോട് ആമയെ ചിലത് ഏൽപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. യോനായെ ഏൽപ്പിച്ച ദൗത്യം ദൈവം വീണ്ടും ചെയ്യിക്കാതെ ദൈവം യോനായെ അടക്കിയിരുത്തിയില്ല. അതുപോലെ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ മനസ്സ് ആരാഞ്ഞ് അവന് ഹിതമായ ചില കാര്യങ്ങളെ നാമും ചെയ്യുവാൻ എന്റെ കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കർത്താവിന്റെ സന്നിധി നാം നിലവിളിക്കണം. എന്തിനൊക്കെ നിലവിളിക്കണം? ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളുമായി നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ എത്ര പ്രയാസമേറിയ വിഷയമായിക്കൊള്ളട്ടെ, ഏത് വേദനാജനകമായ വിഷയമായിക്കൊള്ളട്ടെ, ഏത് ചൂടേറിയ വിഷയമായിക്കൊള്ളട്ടെ, നമ്മൾ ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയത്തിന് മറുപടി തരുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മതിയായവൻ. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ആമേൻ തക്ക മറുപടി തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആരൊക്കെ എന്ന് പറഞ്ഞു വന്നാലും നമ്മൾ ചില വിഷയത്തിൽ ദൈവസന്നിധി മുട്ടിപ്പാടി യാചിച്ചു പ്രാർത്ഥിച്ച് നിലവിളിക്കേണ്ട മേഖലയിൽ നാം നിലവിളിച്ച് ദൈവത്തോടടിക്കുമ്പോൾ സ്വർഗത്തിലെ
സ്വർഗത്തിലെ വലിയവരായ കർത്താവ് നമുക്ക് തക്ക പ്രതിഫലം തരും, പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് വീണ്ടും ഹല്ലേലൂയ ഒന്നിച്ചു കൂടുവാനുള്ള അവസരങ്ങളെ നൽകുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധി സ്തോത്രത്തോടെ നമുക്കായിരിക്കാം. കർത്താവ് നമുക്ക് അതിന് ഭാഗ്യം നൽകട്ടെ. എപ്പോഴും ദൈവത്തിൽ ഉത്സാഹമുള്ളവരായി കർത്താവിന്റെ സന്നിധി വിനയപ്പെടുവാൻ കണ്ണുകളെ കർത്താവിലേക്ക് യോനെ നോക്കിയതുപോലെ അവനിൽ നിന്ന് വരുന്നതായ മറുപടിക്ക് ഹല്ലേലൂയ ആമേൻ, അവനിൽ നിന്ന് വരുന്നതായ ദൈവത്തിന്റെ ആ മറുപടിക്ക് വേണ്ടി ആ പ്രത്യാശയോ